നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇറാനിൽ നിന്നുള്ള ഒരു വാർത്തയിലേക്കാണ്. ഇറാനിൽ ഭൂചലനം. ഇറാനിലെ ഖുസസ്താൻ പ്രവിശ്യയിൽ ഇന്ന് രാവിലെ ഭൂചലനം ഉണ്ടായി എന്ന നടുക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. 5 തീവ്രതയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ആശ്വാസകരം, ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത്. ഖുസൈസ്ഥാനിലെ സലാൻത് പ്രദേശത്താണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. പ്രദേശത്ത് റെഡ് ക്രസന്റ് സൊസൈറ്റി രക്ഷാപ്രവർത്തകരെ വിന്യസിച്ചിരിക്കുകയാണ്. എന്തായാലും കടുത്ത പോരാട്ടം നടക്കുന്ന ഇറാനിലാണ് ഇത്തരത്തിൽ ഒരു വശത്ത് അമേരിക്കയുടെ ആക്രമണം, മറുവശത്ത് ഭൂചലനം. വളരെയധികം ഇപ്പോൾ തന്നെ ആക്രമണത്തിൽ ഇറാൻ വലിയ രീതിയിലുള്ള തകർച്ച നേരിടുകയാണ്. അതിനിടയിൽ ഭൂചലനവും കൂടി ഉണ്ടായിരിക്കുന്നു. ഒരു വശത്ത് പ്രകൃതി ദുരന്തം, മറുവശത്ത് അമേരിക്കയുടെ ആക്രമണം. അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലാണ് ഇറാൻ ആയിരിക്കുന്നത്. US-ഉം ഇസ്രായേലും സംയുക്തമായി നടത്തുന്ന ഇറാൻ യുദ്ധത്തിനിടെ ഇത്തരത്തിൽ ഭൂചലനം ഉണ്ടാകുന്നത് ആദ്യമായിട്ടല്ല. നേരത്തെയും ഇത്തരത്തിൽ ഭൂചലനം ഉണ്ടായിട്ടുണ്ട്. നേരത്തെ ഇറാനിലെ ഫാർസ് പ്രവിശ്യയിലും ഗറാഷ് മേഖലയിലും മാർച്ച് 3-ന് റിക്ടർ സ്കെയിലിൽ 4.3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനങ്ങളുണ്ടായി. ഇതോടെ ഇറാൻ ആണവായുധ പരീക്ഷണം നടത്തിയെന്ന രീതിയിലുള്ള വലിയൊരു അഭ്യൂഹങ്ങളും ശക്തമായിരുന്നു. പ്രത്യേകിച്ച് ഇറാനിൽ ഭൂചലനം എന്ന് കേൾക്കുമ്പോൾ ആദ്യം പോകുന്നത് ഇറാൻ ആണവായുധ പരീക്ഷണം നടത്തിയോ എന്ന ഒരു ആശങ്കയിലേക്കാണ്. ഇസ്രായേലിനും US-നുമെതിരെ ഇറാന്റെ ഓപ്പറേഷൻ ഷീൽഡ് ഓഫ് ജൂഡയുടെ പശ്ചാത്തലത്തിലുണ്ടായ ഭൂകമ്പങ്ങൾ, ഭൂചലനങ്ങളൊക്കെ വലിയ രീതിയിൽ നേരത്തെ തന്നെ ആശങ്ക സൃഷ്ടിച്ചിരുന്നു. അതിനിടയിൽ ഇറാൻ അതീവ രഹസ്യമായി ആണവ പരീക്ഷണം നടത്തിയോ എന്ന രീതിയിലുള്ള സംശയങ്ങളൊക്കെ ശക്തമായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാർച്ച് 3-ന് നടന്ന ആ ഭൂചലനം അതൊരു ആണവ പരീക്ഷണമായിരുന്നു എന്നൊരു സംശയം അന്ന് ഉളവെടുത്തിരുന്നു. അത് നിർണ്ണയിക്കാൻ ഭൂകമ്പ വിദഗ്ധരും ആണവ നിരീക്ഷണ വിദഗ്ധരും ഡേറ്റ വിശകലനം ചെയ്തിരുന്നു. ഇറാൻ രഹസ്യമായി ആണവായുധം നിർമ്മിക്കുകയാണെന്നും അത് തങ്ങൾക്കെതിരെ ഭാവിയിൽ ഉപയോഗിക്കുമെന്നും ആരോപിച്ചായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാനെതിരെയുള്ള യുദ്ധത്തിന് കോപ്പുകൂട്ടിയത്. ഇസ്രായേലിന്റെ വാദത്തെ പിന്തുടർന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ യുദ്ധസന്നാഹം ഒരുക്കുകയും ഇരു രാജ്യങ്ങളും സംയുക്തമായി ഇറാൻ ആക്രമിക്കുകയുമായിരുന്നു. യുദ്ധം ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ ഇരുപക്ഷം കനത്ത മിസൈൽ ആക്രമണം നടത്തി. ഇതിനിടെ ഇറാനിൽ ഭൂചലനങ്ങൾ ഉണ്ടാകുന്നു. ഇറാനിലെ ഭൂചലനത്തിൽ ആളപായം, നാശനഷ്ടം ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും ഈ ഒരു വലിയ കനത്ത പോരാട്ടത്തിനിടയിൽ ഉണ്ടാകുന്ന ഭൂചലനങ്ങൾ അത് വലിയ രീതിയിലുള്ള ആശങ്ക തന്നെയാണ് സൃഷ്ടിക്കുന്നത്. ആണവ പരീക്ഷണത്തിനും പ്രകൃതിദത്ത ഭൂകമ്പത്തിനും വ്യത്യസ്ത ചില കാര്യങ്ങളുണ്ട്. സമഗ്ര ആണവ പരീക്ഷണ നിരോധന ഉടമ്പടി സംഘടനയും ബെർക്ക്ലി സീസ്മോളജി ലാബും ആണവ പരീക്ഷണത്തിനും പ്രകൃതിദത്ത ഭൂകമ്പത്തിനും വ്യത്യസ്ത പ്രത്യേകതകൾ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ആണവ വികിരണം നിയന്ത്രിക്കാനായി ആണവ പരീക്ഷണം സ്കെയിൽഡ് ഡെപ്ത് ഓഫ് ബറിയൽ പാറ്റേൺ പിന്തുടരുന്നുണ്ട്. ഈ പരിശോധനയിൽ ഇറാനിലെ ഭൂകമ്പം ഒരു സ്വാഭാവിക പ്രക്രിയയാണെന്നും ഭൂകമ്പം രേഖപ്പെടുത്തിയ സ്ഥലം ഒരു സ്വാഭാവിക ഭൂകമ്പ പ്രദേശമാണെന്നും വിദഗ്ധരടക്കം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ആണവായുധത്തിന് തൊട്ടടുത്ത് ഇറാൻ ആണവ സമ്പുഷ്ടീകരണ പദ്ധതി തുടരുകയാണെന്നായിരുന്നു US പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ആരോപിച്ചത്. ഇറാനിൽ നിലവിൽ 460 കിലോഗ്രാം 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ടെന്നും ഇതിന് 11 ആണവ ബോംബുകൾക്ക് നിർമ്മിക്കാൻ ഉതകുമെന്നും വിറ്റ്കോഫ് ആരോപിച്ചിരുന്നു നേരത്തെ. മാത്രമല്ല, ആവശ്യമെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ ഇറാന് സൈനിക ആണവശേഷി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നും ഇറാൻ പരമോന്നത നേതാവുമായി അടുപ്പമുള്ള മുഹമ്മദ് ജാവാദ് ലാരിജാനിയും അവകാശപ്പെട്ടിരുന്നു. മാത്രമല്ല, ജൂൺ 13-ന് ഇസ്രായേൽ സൈനിക ആക്രമണം തുടങ്ങുന്നതിന് മുൻപ് ഇറാൻ സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ ശേഖരം ആയുധ നിർമ്മാണത്തിനുള്ള നിലവാരത്തിലേക്ക് വർദ്ധിപ്പിച്ചു എന്നതടക്കമുള്ള റിപ്പോർട്ടുകളും പുറത്തുവന്നതാണ്. ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ സമിതി അംഗരാജ്യങ്ങൾക്ക് വിതരണം ചെയ്ത രഹസ്യ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നത്. വിയന്ന ആസ്ഥാനമായുള്ള രാജ്യാന്തര ആണവോർജ ഏജൻസിയുടെ റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ ജൂൺ 13 വരെ ഇറാനിൽ 440 കിലോഗ്രാം യുറേനിയം സമ്പുഷ്ടീകരിച്ചത് 60%. ഇത് മെയ് മാസത്തിൽ IAEA-യുടെ അവസാന റിപ്പോർട്ടിനേക്കാൾ 32.3 കിലോഗ്രാം വർധനവാണ് കാണിക്കുന്നത്. എന്തായാലും നിലവിലെ സ്ഥിതി എന്താണെന്ന് നോക്കാം. അമേരിക്ക അതുപോലെ തന്നെ ഇറാൻ പോരാട്ടം ശക്തമാവുകയാണ്. അതിരൂക്ഷമായ പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം തുടർച്ചയായ 7-ാം ദിവസവും ആക്രമണം, കുവൈറ്റിലേക്ക് ശക്തമായ വ്യോമാക്രമണം ഇറാൻ നടത്തുകയുണ്ടായി. വൈദ്യുതി നിലയവും കുടിവെള്ള ശുദ്ധീകരണ കേന്ദ്രവും തകർത്തെറിഞ്ഞു ഇറാൻ. ഹോർമൂസിൽ 2 ഇന്ധന ടാങ്കറുകൾ തകർത്തു. ബഹ്റൈൻ, ജോർദാൻ എന്നിവിടങ്ങളിലേക്കും ഇറാനിൽ നിന്ന് ആക്രമണമുണ്ടായി. കുവൈറ്റ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം മണിക്കൂറുകൾ തടസ്സപ്പെട്ടു. അബു ഖലീഫ, മെഹ്ബൂല എന്നിവിടങ്ങളിലും സ്ഫോടനങ്ങൾ ഉണ്ടായി. സമാനമായ മറ്റൊരു ആക്രമണം നടന്നു. ഒരു ദിവസത്തിന് ശേഷം ശനിയാഴ്ച ഇറാൻ തങ്ങളുടെ മറ്റൊരു വൈദ്യുതി ജല പ്ലാന്റിന് നേരെ ആക്രമണം നടത്തിയതായും ഇതേ തുടർന്ന് നിരവധി വൈദ്യുതി ഉൽപ്പാദന യൂണിറ്റുകൾ പ്രവർത്തനരഹിതമായതായും കുവൈറ്റ് അറിയിച്ചു. മറ്റൊരു വൈദ്യുതി ജല ശുദ്ധീകരണ പ്ലാന്റിന് നേരെ ആക്രമണം ഉണ്ടായതായും ഇത് പ്ലാന്റിന്റെ ഒരു ഭാഗത്ത്
ഭാഗത്ത് തീപിടുത്തത്തിന് കാരണമായതായി കുവൈറ്റ് വൈദ്യുതി ജല മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു. തുടർച്ചയായ രണ്ടാം ദിവസമാണ് പ്ലാന്റിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. വെള്ളിയാഴ്ച നടന്ന ആദ്യ ആക്രമണത്തിൽ പ്ലാന്റിൽ തീപിടുത്തവും നാശനഷ്ടങ്ങളും ഉണ്ടായി. ശനിയാഴ്ച ഇറാൻ നടത്തിയ ആക്രമണങ്ങൾ 2 സ്ഥലങ്ങളിൽ തീപിടുത്തത്തിന് കാരണമായതായും നിരവധി അഗ്നിശമന സേനാംഗങ്ങൾക്കും ഒരു തൊഴിലാളിക്കും പരിക്കേറ്റതായും കുവൈറ്റ് ഫയർ സർവീസ് അറിയിച്ചു. വൈദ്യുതിയുടെ ഉപയോഗം കുറയ്ക്കണമെന്ന് കുവൈറ്റ് പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. റോക്കറ്റ്, ഡ്രോൺ ആക്രമണങ്ങൾ കാരണം കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വ്യോമ ഗതാഗതം താൽക്കാലികമായി നിർത്തിവെച്ചതിനാൽ മിക്ക വിമാനങ്ങളും പുനഃക്രമീകരിച്ചതായി കുവൈറ്റ് ദേശീയ വിമാന കമ്പനിയും അറിയിച്ചു. അതേസമയം ബഹ്റൈനിൽ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങളെ വ്യോമ പ്രതിരോധ സംവിധാനം ചെറുത്തതായി സൈന്യം അറിയിച്ചു. സൈറണുകൾ മുഴങ്ങിയതിനു പിന്നാലെ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി മനാമയിലെ AFP റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. രാവിലെ മുതൽ 5 തവണ എയർ റെയ്ഡ് സൈറണുകൾ മുഴങ്ങിയതായും താമസക്കാർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്നും ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെടുകയുണ്ടായി. അമേരിക്കൻ ആക്രമണങ്ങൾക്കുള്ള തിരിച്ചടിയായി ബഹ്റൈനിലെ US വ്യോമത്താവളം ലക്ഷ്യമിട്ടുവെന്നാണ് ഇറാൻ സൈന്യം അറിയിച്ചത്. ബഹ്റൈനിലെ ഷെയ്ഖ് ഈസ എയർബേസിലെ വിമാന ഷെൽട്ടറുകൾ, പാർക്കിംഗ് ഏരിയകൾ, US സൈന്യത്തിന്റെ ഇന്ധന സംഭരണ ടാങ്കുകൾ എന്നിവയും നിരവധി പാലങ്ങളും ഡ്രോണുകൾ ലക്ഷ്യമിട്ടതായി ഇറാൻ സൈന്യം അറിയിച്ചു. തെക്കൻ ഇറാനിൽ അമേരിക്ക ആക്രമണം തുടരുന്നതായാണ് റിപ്പോർട്ടുകൾ. ഇറാനെതിരായ സൈനിക നടപടികൾ വിപുലീകരിക്കുന്നതിനെ കുറിച്ച് ഡൊണാൾഡ് ട്രംപ് ആലോചിക്കുന്നുണ്ടായിരുന്നു. അതിനിടെ യുദ്ധസന്നാഹങ്ങൾ ഒരുക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇസ്രായേലിലേക്ക് ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കുന്ന കൂടുതൽ വിമാനങ്ങൾ അയക്കാൻ അമേരിക്ക തയ്യാറെടുക്കുന്നതായി ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. നേരത്തെ വൈറ്റ് ഹൗസിൽ നടന്ന യോഗത്തിൽ പുതിയ സൈനിക പദ്ധതികൾ ട്രംപിന് മുന്നിൽ അവതരിപ്പിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ വിന്യാസത്തിനുള്ള നീക്കം നടന്നത്. നിലവിൽ ടെൽ അവീവിന് സമീപമുള്ള ബെൻ ഗുറിയൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ 30ഓളം റിഫ്യൂവലിംഗ് എയർക്രാഫ്റ്റുകളുണ്ട്. ഇസ്രായേലിന്റെ തെക്ക് ഭാഗത്തുള്ള റാമോൺ വിമാനത്താവളത്തിലും ഇത്രയും വിമാനങ്ങളാണുള്ളത്. വരും ദിവസങ്ങളിൽ കൂടുതൽ വിമാനങ്ങൾ വിന്യസിക്കാൻ അമേരിക്ക തയ്യാറായേക്കുമെന്നാണ് ഇസ്രായേലി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ഈ വിമാനങ്ങളെ സ്വീകരിക്കാൻ ഇസ്രായേൽ സർക്കാരിനോട് US ഭരണകൂടം ആവശ്യപ്പെട്ടിരുന്നു. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആയിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുന്നത്. മേഖലയിലെ മറ്റ് താവളങ്ങളെ അപേക്ഷിച്ച് ബെൻ ഗുറിയൻ വിമാനത്താവളം ഇറാൻ ആക്രമണ ഭീഷണി കുറവായതിനാൽ അവിടെ നിന്ന് വിമാനങ്ങൾ പ്രവർത്തിപ്പിക്കാനാണ് US സൈന്യത്തിന്റെ താൽപര്യം. ഹോർമുസ് കടലിടുക്കിന് ചുറ്റും നടത്തുന്ന ആക്രമണങ്ങൾക്കപ്പുറം ഇറാനിലെ സുപ്രധാന അടിസ്ഥാന സൗകര്യങ്ങളെയും ആണവ കേന്ദ്രങ്ങളെയും ലക്ഷ്യം വയ്ക്കുന്ന രീതിയിൽ സൈനിക നീക്കം വിപുലീകരിക്കാനാണ് പരിഗണന. ട്രംപ് ഇതുവരെ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെങ്കിലും വരും ദിവസങ്ങളിൽ സൈനിക നടപടികൾ ശക്തമാക്കാൻ സാധ്യതയുണ്ടെന്ന് US ഇസ്രായേലി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇറാനിലെ വൈദ്യുതി നിലയങ്ങൾ, ആണവ കേന്ദ്രങ്ങൾ എന്നിവ ആക്രമിക്കുന്നതും പരിഗണനയിലാണ്. ആണവ ഇന്ധന ശേഖരണം ഭൂഗർഭ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നത് തടയുകയാണ് ലക്ഷ്യം. ഇതിനൊപ്പം നിർമ്മാണത്തിലിരിക്കുന്നതെന്ന് സംശയിക്കുന്ന പിക്കാക്സ് മൗണ്ടൻ എന്ന ഭൂഗർഭ കേന്ദ്രവും ആക്രമണ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെട്ടേക്കുമെന്നാണ് വിവരം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.